എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം 2 മാസത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി ഫംഗ്ഷനിങ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷനും ഉള്ള നമ്മുടെ സ്വന്തം പേരിലുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുമല്ല ഏറ്റവും ലോ കോസ്റ്റിൽ 1 വർഷത്തേക്ക് നമ്മുടെ ഈ വെബ്സൈറ്റിന് നമുക്ക് കോസ്റ്റ് വരുന്നത് 2400 രൂപയുള്ളൂ കേട്ടോ. ആ ഒരു പ്രൈസിൽ നമുക്കൊരു വെബ്സൈറ്റ് നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കോഡിങ്ങോ അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക് ഒരു വേർഡിലോ അല്ലെങ്കിൽ നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന അത്രയും ഈസി ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റിംഗും ഡൊമൈനും ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ. ആ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% വരെ എക്സ്ട്രാ ഓഫ് കിട്ടും. അതുപോലെ നമ്മൾ ഈ വെബ്സൈറ്റ് ചെയ്യുന്നതിന് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കമന്റ്സ് ആണ്, ചേട്ടാ നിങ്ങൾ ചെയ്തതിൻ്റെ ആ പ്ലാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് തരാമോ, മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്സിൻ്റെ എല്ലാം പ്ലാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ കട്ട് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ആ ഒരു പ്രിന്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ പുറകെ നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഹോസ്റ്റിംഗർ എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗിൻ കിടപ്പുണ്ട്. അപ്പോൾ ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഓരോ ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജിമെയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ലോഗിൻ ആവും. നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ അടിച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്നത് ഇവരുടെ ഒരു ഡാഷ്ബോർഡിലാണ് കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട മെയിൻ 2 സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്റ്റിംഗ് വേണം, അതുപോലെ തന്നെ നമുക്കൊരു ഡൊമൈനും വേണം. ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന 2 കാര്യങ്ങളാണ് ഹോസ്റ്റിംഗ് അതുപോലെ ഡൊമൈൻ എന്ന് പറഞ്ഞ സാധനം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ പേരാണ്. ഇപ്പം ഗൂഗിളിന്റെ ഡൊമൈൻ ആണ് google.com എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നമുക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മേടിച്ച് വെക്കാം. അത് നമ്മുടെ സ്വന്തമായിരിക്കും. എല്ലാ ഡൊമൈനും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. പോപ്പുലർ ആയിട്ടുള്ള ഡൊമൈനൊക്കെ ചിലപ്പോൾ ക്യാഷ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ പേരിലൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കോസ്റ്റില്ല. അതൊരു 700-800 രൂപയ്ക്കൊക്കെ ഒരു ഡൊമൈൻ 1 വർഷത്തേക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേണ്ട ഡേറ്റകൾ, ഇമേജസ്, നമ്മൾ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ്, അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോസ്, എന്ത് എലമെൻറ്റ്സും നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന എന്ത് എലമെൻറ്റ്സും നമ്മൾ കാണുന്ന ആ ഒരു എലമെൻ്റ് എല്ലാം സേവ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഹോസ്റ്റിംഗ്. ഇതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ആരെങ്കിലും ഒരു റിലേറ്റീവോ കസിനോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും കാണുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, ബിസിനസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ബേസിക് സ്റ്റെപ്സ് എല്ലാം സെയിം ആണ് കേട്ടോ. നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വെബ്സൈറ്റ് ഹോസ്റ്റിങ്ങിനകത്ത് നമുക്ക് ഒരു വെബ്സൈറ്റേ പറ്റുള്ളൂ. അതുപോലെ 10 GB ആണ് കേട്ടോ അതിൻ്റെ SSD സ്റ്റോറേജ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയൽസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി 10 GB ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ പ്രീമിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 25 വെബ്സൈറ്റ് അതിനകത്ത് ബിൽഡ് ചെയ്യാം. അതിൻ്റെ SSD സ്റ്റോറേജ് 25 GB ഉണ്ട്. നമ്മൾ താഴേക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് തമ്മിലുള്ള ഓരോ ഡിഫറൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 50 വെബ്സൈറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ 50 GB നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് അല്ലാതെ നമ്മൾ ഏത് പ്ലാൻ നമ്മൾ ഇയർലി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഒരു ഫ്രീ ഡൊമൈൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബിസിനസ് വെബ് ഹോസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം നമുക്ക് വേറെ കുറച്ച് വെബ്സൈറ്റും കൂടെ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് വെബ് ഹോസ്റ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ 1 മാസത്തേക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം 700 രൂപയാണ് കേട്ടോ ഇതിന് മുമ്പ്. അതേ സാധനം നമ്മൾ 48 മാസത്തേക്ക് അതായത് 4 വർഷത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മന്ത്ലി നമുക്ക് 249 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് 48 മാസത്തേക്കാണ് കേട്ടോ ബൈ ചെയ്യുന്നത്. കാരണം നമുക്ക് ഹ്യൂജ് ഡിസ്കൗണ്ട് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു കൂപ്പൺ കോഡ് ഉണ്ട്. WP10 എന്ന് നമ്മൾ കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 10% കൂടെ ഓഫ് കിട്ടും കേട്ടോ. 12,693 റുപ്പീസാണ് നമുക്ക് 4 വർഷത്തേക്ക് ഈ വെബ്സൈറ്റിന് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനത് ചൂസ് ചെയ്യുന്നു. പേയ്മെൻറ്റ് പേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി നമ്മൾ UPI ഉൾപ്പെടെയുള്ള എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാർഡ് വെച്ചിട്ട് പേ ചെയ്യാം. അതുപോലെ പേപാൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ UPI ഓപ്ഷനും ഉണ്ട്. നമുക്ക് ടോട്ടൽ വരുന്നത് ടാക്സ് ഉൾപ്പെടെ 12,693 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ UPI സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോൺ നമ്പറും UPI ID അടിക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഓക്കെ, നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഹൂ ഇസ് ദിസ് വെബ്സൈറ്റ് ഫോർ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ മൈസെൽഫ് ഫോർ മൈ ബിസിനസ് നെക്സ്റ്റ് ചെയ്യുന്നു. ഡു യു വാണ്ട് ടു ക്രിയേറ്റ് ഓർ മൈഗ്രേറ്റ് എ വെബ്സൈറ്റ്? നമുക്ക് പഴയൊരു വെബ്സൈറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റ് എ വെബ്സൈറ്റ് നെക്സ്റ്റ് അടിക്കുന്നു.
അതിനുശേഷം ഇവർ ചോദിക്കുന്നത് ഹൗ ഡു യു വാണ്ട് ടു ബിൽഡ് യുവർ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് വേർഡ് പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റിംഗർ വെബ്സൈറ്റ് ബിൽഡർ ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് വേർഡ് പ്രസ് ആണ് കേട്ടോ. വേർഡ് പ്രസ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ലോകത്തിലുള്ള എല്ലാ വെബ്സൈറ്റും കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 43% വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വേർഡ് പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. 43% എന്ന് പറയുമ്പോൾ ഏകദേശം 810 മില്യൺ എങ്ങാണ്ടാണ് കേട്ടോ ഞാൻ നെറ്റിൽ കണ്ടത്. അത്രയും വെബ്സൈറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സോണി മ്യൂസിക്കിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ വെബ്സൈറ്റ്, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു വേർഡ് പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ തന്നെ ഇത് എത്ര പവർഫുൾ ആണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു കോഡിങ് അറിയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ തീം ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു തീം ഒറ്റ ക്ലിക്കിൽ നമുക്ക് തീം ഇമ്പോർട്ട് ചെയ്യാം, ടെക്സ്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യാം, നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ആക്കി നമുക്കിതിനെ പബ്ലിഷ് ചെയ്യാം. തീംസ് എന്ന് പറയുമ്പോൾ ഏകദേശം 60,000 തീംസ് ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ തീംസും തന്നെ ഫ്രീ ആണ്. അതിനൊരു പെയ്ഡ് വേർഷനും കാണും, അതിൽ കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ കാണും. ഏകദേശം 10,000 വെബ്സൈറ്റ് ആണ് ഡെയിലി ഈ ഹോസ്റ്റിംഗർ വഴി പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഈ ഒരു ഹോസ്റ്റിംഗർ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ്, നമ്മുടെ RCMake ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് സാധനങ്ങളും ഫ്രീ ആയിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനും ഇത് പഠിച്ചതെല്ലാം യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. ഏകദേശം ഒരു 8 വർഷം മുമ്പാണ് ഞാൻ ഈ സംഭവം അറിയുന്ന. ഈ ഒരു വേർഡ് പ്രസ് എന്ന് പറയുന്ന സാധനം നമ്മൾ എവിടെയോ ബ്രൗസ് ചെയ്ത സമയത്ത് വന്ന് കിട്ടിയതാണ്. അന്ന് തൊട്ടേ നമ്മൾ ഇതുപോലെ വെബ്സൈറ്റ് ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് നമ്മൾ ഇതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നത് ബേസിക് ആണെന്നും പറഞ്ഞ് ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. എത്ര അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ വെബ്സൈറ്റിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിട്ടോ നമുക്കതുപോലെ ഒരു ബുക്കിംഗ് വെബ്സൈറ്റ് ആയിട്ടോ എന്ത് വേണമെങ്കിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് നമുക്ക് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വേണം, അതും ചിലവ് കുറച്ച് വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്തു. ഇത് നമ്മുടെ തന്നെ ഒരു ടീം മെമ്പറിൻ്റെ നമ്പറാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനും വെബ്സൈറ്റിൽ ഒരു എക്സ്പെർട്ടാണ്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ വേർഡ് പ്രസ് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, വേർഡ് പ്രസ് അഡ്മിൻ ലാംഗ്വേജ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് ബൈ ഡിഫോൾട്ട്. അതുപോലെ തന്നെ നമ്മുടെ Gmail ID ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. ഈ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു പാസ്വേഡും. കാരണം ഇത് നമുക്ക് ഫ്യൂച്ചറിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ പുതിയതായിട്ട് ഹോസ്റ്റിങ്ങിൽ വന്നേക്കുന്ന ഒരു ഓപ്ഷനാണ് ക്രിയേറ്റ് എ വെബ്സൈറ്റ് വിത്ത് AI. ഇപ്പോൾ എയുടെ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ബ്ലാങ്ക് സൈറ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഡൊമൈൻ നെയിം. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, യു ഹാവ് 1 ഫ്രീ ഡൊമൈൻ അവൈലബിൾ. കാരണം നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 4 ഇയേഴ്സിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് വേണ്ട ഡൊമൈൻ നമ്മുടെ RCMake ആണ്. അപ്പോൾ RCMake.com ആദ്യം നോക്കാം. എല്ലാം ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. കണ്ടോ, RCMake.com വേറെ ആരും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് RCMake.in ആണ്. .in ആണെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, ഫ്രീ ഫോർ 1 ഇയർ. അപ്പോൾ അതുപോലെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊന്നെങ്കിൽ .com .in ഇത് രണ്ടുമാണ് പോപ്പുലർ. വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഡൊമൈൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ RCMake.in സെലക്ട് ചെയ്യുന്നു. അതുപോലെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു ഡൊമൈനാണ് ഇതിനകത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡൊമൈനെ നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മളിത് ഇവിടെ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻ ഇന്ത്യ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഡൊമൈൻ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഫിനിഷ് രജിസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇമെയിൽ ID നമുക്ക് കൺഫേം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇമെയിൽ IDയും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ കറക്റ്റായിട്ട് ഒന്നോട് നോക്കുക. അതിനുശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. നമ്മുടെ ഡൊമൈൻ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡൊമൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇമെയിലിൽ ഒരു മെയിൽ വരും. അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വെരിഫൈ ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ബേസിക് സാധനങ്ങളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വേർ ഈസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ് ലൊക്കേറ്റഡ്. ഓക്കെ, നമ്മൾ ഇന്ത്യ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യുന്നത് വേർഡ് പ്രസ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 2 മിനിറ്റ് എടുക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലി അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ് പ്രസ് ഡാഷ്ബോർഡ്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലെ ബേസിക് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഹോസ്റ്റിംഗർ പാനൽ ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് യുവർ സൈറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യും.
അതുപോലെ തന്നെ താഴേക്ക് വരുവാണെങ്കിൽ ഇവരുടെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് ഈ വെബ്സൈറ്റ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹോസ്റ്റിംഗറിൻ്റെ ചാനലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലാണ് കേട്ടോ നമ്മുടെ ടൂൾസ് എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് ഉണ്ട്, അതുപോലെ പോസ്റ്റ്, നമ്മുടെ പേജസ്, പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മീഡിയ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന കമൻസ്, പിന്നെ നമ്മുടെ തീംസ്, പ്ലഗിൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് പലതും നിങ്ങൾക്ക് അറിയത്തില്ലാത്തതായിരിക്കും. നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് ഞാനിതിനെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോഴേ ലൈവാണ് കേട്ടോ. നമ്മളിവിടെ വിസിറ്റ് സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്ലെയിൻ വെബ്സൈറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇവർ ജസ്റ്റ് അതിലൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് വേറെ എന്തോ ആണല്ലേ, ഉണ്ടോ? ഇവിടെ വേറെ എന്തോ ഒരു പേരാണ് കിടക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമുക്ക് ഹോസ്റ്റിംഗ് ഡാഷ്ബോർഡിൽ ഒന്ന് ലോഗിൻ ചെയ്യണം. കണ്ടോ, നേരത്തെ നമുക്കിവിടെ ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റിങ്ങുമായിട്ട് നമ്മൾ പ്രൈമറി കണക്ട് ചെയ്തേക്കുന്നത് rcmac.in എന്നുള്ള ഡൊമൈനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ, rcmac.in ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ താഴെ കണ്ടോ, ഡൊമൈൻ ഈസ് കണക്റ്റിംഗ്. കാരണം അത് പുതിയൊരു ഡൊമൈൻ ആയതുകൊണ്ടാണ് ഡൊമൈൻ ഈസ് കണക്റ്റിംഗ്. യുവർ സൈറ്റ് വിൽ ബി ആക്സസിബിൾ വെൻ ഇറ്റ്സ് പ്രോസസ് ഫിനിഷ്. ദിസ് മേ ടേക്ക് അപ് ടു 24 hours. അപ്പോൾ ഇവർ പറയുന്നത് 24 hours കൊണ്ടേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ലൈവ് ആകത്തുള്ളതാണ്. അതും ഡൊമൈൻ്റെ നെയിമുമായിട്ട് കണക്ഷനൊന്നുമില്ല. നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്യാനുള്ള വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു പേര് മാറിയിട്ട് നമ്മുടെ rcmac.in എന്നുള്ള പേരിൽ നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആയിരിക്കും. നമ്മൾ എന്ത് ചേഞ്ചസ് ഇവിടെ ചെയ്യുന്നോ അതെല്ലാം അവിടെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെറ്റിങ്സിൽ വന്നിട്ട് ജനറൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ സൈറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ rcmac എന്ന് തന്നെയാണ് അടിക്കുന്നത്. അതുപോലെ ടാഗ് ലൈൻ, നമുക്ക് ടാഗ് ലൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാഗ് ലൈൻ അടിക്കാം. അപ്പോൾ നമ്മുടെ ടാഗ് ലൈൻ വരുന്നത് മിനി മെഷീൻസ് മെഗാ ഫൺ എന്നാണ് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുന്നു. അതുപോലെ നമുക്കൊരു സൈറ്റ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം. സൈറ്റ് ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കാണുന്ന ഒരു ഐക്കണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജിമെയിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിമെയിലിൻ്റെ ഈ ഒരു ഐക്കണാണ് സൈറ്റ് ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം താഴേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ടൈം സോൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൈം സോൺ സെറ്റ് ചെയ്യുക. UTC+530 ആണ്. അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നു. അതുപോലെ ഡേറ്റ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതിനുശേഷം ഇവിടെ കുറച്ച് സാമ്പിൾ പോസ്റ്റും പേജസും ഒക്കെ ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സാമ്പിൾ പേജും ഇതിനകത്തുണ്ട് കേട്ടോ, പ്രൈവസി പോളിസി. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഡാഷ്ബോർഡിൽ എങ്ങനെ ലോഗിൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിന് ശരിക്കും 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിത് rcmac.in/wp admin അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേർഡ്പ്രസിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത ഒരു യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ആണ് കേട്ടോ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക. കണ്ടല്ലോ, നമ്മൾ വേർഡ്പ്രസ് ഡാഷ്ബോർഡിൽ എത്തിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റിംഗർ ഡാഷ്ബോർഡ് വഴി നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ rcmac നമ്മുടെ ഒരു വെബ്സൈറ്റേ ഉള്ളൂ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കണ്ടല്ലോ വേർഡ്പ്രസ് അഡ്മിൻ ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേർഡ്പ്രസ് അഡ്മിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിം വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് തന്നെയാണ് കേട്ടോ റീഡയറക്റ്റ് ആകുന്നത്. അങ്ങനെ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വഴി കൂടെ നമുക്ക് വേർഡ്പ്രസ് ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അവർ 24 hours ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആയിട്ടുണ്ട് കേട്ടോ, rcmac.in. അതുപോലെ തന്നെ നമുക്ക് ബ്ലോഗും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അവരുടെ കുറച്ച് സാമ്പിൾ പേജസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസൈനാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ബ്ലാങ്ക് ആണ് അല്ലേ, ഇതിൽ നമുക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലഗിൻസ് എന്ന് പറയുന്നൊരു ടാബ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്ലഗിൻ ആഡ് ചെയ്യണം. നമ്മൾ വെബ്സൈറ്റിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എലമെൻറ്റർ എന്നാണ് കേട്ടോ ആ ഒരു പ്ലഗിൻ്റെ പേര്. സോറി, സ്പെല്ലിങ് തെറ്റിപ്പോയി, എലമെൻറ്റോർ. ഓക്കെ, ഈ ഒരു പ്ലഗിനാണ് നമ്മുടെ വെബ്സൈറ്റ് ബേസിക്കലി നമുക്ക് ബിൽഡ് ചെയ്യാനും അതുപോലെ കസ്റ്റമൈസ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ പ്ലഗിൻസ് എല്ലാം തന്നെ ഫ്രീ വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്രോ വേർഷനും ഉണ്ട്. പക്ഷേ ഫ്രീ വേർഷൻ വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം യൂസ് ചെയ്യുന്നത് ഫ്രീ വേർഷൻസ് ആണ് കേട്ടോ, തീംസ് ആണെങ്കിലും. ഓക്കെ, നമ്മൾ എലിമെൻറ്റർ അപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ തീമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അപ്പിയറൻസ് ടാബിൽ വരുന്നു. തീംസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് തീംസ് ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന തീംസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ന്യൂ തീം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം 7346 തീംസ് നമുക്ക് അവൈലബിൾ ആണ്.
ഇതിലൊരു 99% തീംസും ഫ്രീ വേർഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യാതെ തന്നെ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പ്രോ വേർഷനിൽ, അതായത് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആസ്ട്ര എന്ന് പറഞ്ഞൊരു തീം കിടപ്പുണ്ട്. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഭയങ്കര ഫാസ്റ്റാണ്, ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിതിന് ഫ്രം സ്ക്രാച്ച് നമുക്കൊരു പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാനത് ഇനിയുള്ള ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ചെയ്യുന്നതെല്ലാം ടെംപ്ലേറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ലെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടഡ് ടെംപ്ലേറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ അടുത്തൊരു പേജ് വരുന്നത് അവരുടെ ടെംപ്ലേറ്റ് ലൈബ്രറിയാണ് കേട്ടോ. ഒരുപാട് തീംസും കസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ തീംസ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൽ ഏത് തീമുകളും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് തീം സെലക്ട് ചെയ്താലും ഓപ്ഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ താഴേക്ക് വരുവാണെങ്കിൽ ഒരുപാട് തീംസ് കിടപ്പുണ്ട്. അതുപോലെ ചില തീമിൻ്റെ മുകളിൽ നമ്മളിത് പ്രീമിയം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേ ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഈ ഒരു തീമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ തീം എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഡമ്മിയാണ്. അതുപോലെ പേജസും കാര്യങ്ങളെല്ലാം ഡമ്മിയാണ്. ഇതെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ ഈ തീം അല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ പേജിന് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ വെബ്സൈറ്റുകളൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രോഡക്റ്റ്സ് സെല് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കാണിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട തീം ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മൾ പേഴ്സണൽ സൈറ്റിൽ പോവുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ ആൻഡ് CV എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലും ഒരുപാട് തീംസ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഈ തീം ഇതൊക്കെ ഫ്രീ ആണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടി. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തീമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ തീം ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് മൊത്തത്തിൽ നമുക്ക് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ആ തീം സെലക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇതെന്താണെങ്കിലും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ടൈപ്പോഗ്രാഫിയും ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിൽ വരുന്ന ടെക്സ്റ്റിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ്, ഡിസൈനും സൈസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങനത്തെ ടെക്നിക്കൽ ടൈംസ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നു. ഇത് പിന്നെയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ കളർ തീം വരുന്നത് ഒരു യെല്ലോ കളറാണല്ലേ. അപ്പോൾ ഞാനിവിടെ യെല്ലോ തീം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു തീമൊക്കെ യെല്ലോയിലേക്ക് മാറിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ഒരു കളറാണെങ്കിൽ കണ്ടല്ലോ, അതൊക്കെ ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അതുപോലെ നമ്മുടെ സൈറ്റിൻ്റെ ലോഗോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കൂടെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതായതുകൊണ്ട് നമ്മളിതെല്ലാം കണ്ടിന്യൂ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പേരും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു എക്സ്പേർട്ട് ലെവലൊക്കെ കൊടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ നമ്മളിത് സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് കൊടുക്കുന്നു. അതിനുശേഷം വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഈ തീം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഡൺ. ഇത് ബലൂണൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് 7 സെക്കൻഡാണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വ്യൂ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ടു നമ്മുടെ വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിന് പറയാറായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിടക്കുന്നതെല്ലാം ഡമ്മി ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ 3 പേജ് ഉണ്ട്. നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പേജാണ് കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കോൺടാക്റ്റിൽ വരുവാണെങ്കിൽ നമ്മുടെ ഇമെയിൽ ID കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോൺടാക്ട് ഫോം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് വേണ്ട ഒരു രീതിയിലേക്ക് ഇവനെ എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മളിവിടെ വന്നിട്ട് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ പേജസിൽ പോവുകയാണെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ബ്ലാങ്ക് ആയിരുന്നു അല്ലേ. ഇതിപ്പോൾ നമുക്കൊരു ഹോം പേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വർക്കിൻ്റെ പേജ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കോൺടാക്ട് പേജ്, പിന്നെ ഒരു പ്രൈവസി പോളിസി ഉണ്ട്, ഇത് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഒരു സാമ്പിൾ പേജും ഉണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത്ര നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോം പേജിൽ നിന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഹോം പേജിൽ വരുവാണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, ക്വിക്ക് എഡിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വ്യൂ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പേജ് ഒന്ന് കാണണമെങ്കിൽ വ്യൂ ഞെക്കി കഴിഞ്ഞാൽ ആ പേജ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ഇതിനെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റിലെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്ലഗിൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഓപ്പൺ ആയപ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കുന്നതുകൊണ്ട് എലമെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്കിപ്പ് കൊടുക്കുന്നു. ഓക്കെ, കണ്ടല്ലോ.
നമ്മുടെ ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സെക്ഷൻ ഞാൻ ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ വെബ്സൈറ്റിനെ ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മുടെ ടൂൾസ്, അതുപോലെ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന സെക്ഷൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു തീം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ഇനി ഇതിൽ നമുക്ക് അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ അധികം ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ആഡ് ചെയ്യാം. ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് റഫായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഇവിടെ വരുവാണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, ഇത്രയും സെക്ഷനാണ് നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിനുള്ളത്. അപ്പോൾ നമ്മളിത് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതേ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ഇവിടെ സെലക്റ്റഡ് ആയി കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് വേറൊരു കണ്ടെയ്നർ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ ഈ ഒരു ഏരിയ, ഈ പിക്ചറും കൂടെ വരുന്നതാണ് കേട്ടോ രണ്ടാമത്തെ കണ്ടെയ്നർ. അപ്പോൾ ഇതേ നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. അതിലൊരെണ്ണം നമ്മുടെ ടെക്സ്റ്റാണ്, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ സ്ട്രക്ചർ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ കണ്ടെയ്നർ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ. ഈ ഒരു സെക്ഷനാണ് ഈ കണ്ടെയ്നർ. മൂന്നാമത്തേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ല, നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിത് സ്ക്രോൾ ചെയ്ത് നമുക്ക് വേണ്ട ഏരിയയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാബ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റാണ് മാറ്റേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേ മൗസ് നേരെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവരുമ്പോഴത്തേക്കിനും ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഈ ടെക്സ്റ്റ് മാറ്റാനുള്ള ഓപ്ഷൻസ് ആണ് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ വരും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ലൈവായിട്ട് പബ്ലിഷ് ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റിനൊന്നും ഞാൻ അധികം കൺവേർട്ട് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ട ബേസിക് ചേഞ്ചസേ വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. വിഷ്വൽ ഡിസൈനർ മാറ്റിയിട്ട് നമ്മൾ മിനിയേച്ചർ ആർട്ടിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതേ കണ്ടല്ലോ, ടെക്സ്റ്റിന് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. പക്ഷേ നമ്മളിതിങ്ങനെ മിനിമൈസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഓക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മുകളിൽ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓരോ ചേഞ്ചസും വരുത്തിയിട്ട് നമുക്കിപ്പോൾ ഇത് ടാബാണ്. അപ്പോൾ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാബിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് മൊബൈലുണ്ട്. മൊബൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് വരുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണേലും ഈ ഒരു ഡെസ്ക്ടോപ്പ് വ്യൂവിലിട്ട് തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആം എ മിനിയേച്ചർ ആർട്ടിസ്റ്റ്. ഇനിയിപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ഇച്ചിരി വലിപ്പം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സൈസ്, ഫോണ്ടും കാര്യങ്ങളെല്ലാം ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ടാബിലുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ജസ്റ്റ് കെയർഫുൾ ആയിട്ട് വായിച്ച് നോക്കുക നിങ്ങൾ ചെയ്യുന്ന സമയത്തോടെ. ഇവിടെ അലൈൻമെൻറ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അലൈൻമെൻറ്റ് മാറ്റാം. അപ്പോൾ നമ്മൾ ടൈപ്പോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഈ സൈസ് കണ്ടല്ലോ, നമ്മൾ സൈസ് ചെറുതാക്കുന്ന അനുസരിച്ചിട്ട് ആ ഫോണ്ടിൻ്റെ സൈസ് മാറും. നമുക്ക് ഫോണ്ട് ബോൾഡ് ആക്കണേ വേണമെങ്കിൽ ബോൾഡ് ആക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലി ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതിവിടെ മാത്രമല്ല, നമ്മൾ ഏത് ബ്ലോക്കിൽ എന്ത് ടെക്സ്റ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതേ ഫോർമാറ്റിലാണ് അവിടെ കിട്ടുന്നത്. കണ്ടന്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുപോലെ തന്നെ സ്റ്റൈല്, ടെക്സ്റ്റിന്റെ വലിപ്പവും കാര്യങ്ങളും അലൈൻമെന്റും കാര്യങ്ങളെല്ലാം മാറ്റാനുള്ള ഓപ്ഷൻസ്. ഇത് കംപ്ലീറ്റ് വെബ്സൈറ്റിൽ നമ്മൾ എവിടെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു രീതിയിലാണ് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ മെയിൻ പേജ്. ഇപ്പോൾ ബേസ്ഡ് ഇൻ കേരള കേട്ടോ. ബേസ്ഡ് ഇൻ കേരള. ഇവിടെയും ടെക്സ്റ്റ് നമുക്ക് ഇച്ചിരി വലിപ്പം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് സൈസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ചേഞ്ചസ് നമ്മൾ വരുത്തിയതിന് ശേഷം ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ലൈവായിട്ട് ഇപ്പോൾ പബ്ലിഷ് ആവും. ഇനിയിപ്പോൾ നമ്മൾ RCM ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ വരുത്തിയ ചേഞ്ചസ് നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ, ഐ ആം എ മിനിയേച്ചർ ആർട്ടിസ്റ്റ് ബേസ്ഡ് ഇൻ കേരള. നമ്മൾ പിക്ചറും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ബാക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ചേഞ്ചസ് വരുത്തേണ്ടത് ഇമേജ് ആണല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമേജിൻ്റെ പുറത്ത് നമ്മുടെ കഴ്സർ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് കാണാം. മുകളിലത്തെ ടാബ് എല്ലാം സെയിം ആണ്. അപ്പോൾ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിനകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ഇമേജ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെലക്ട് ഫയൽ കൊടുക്കുക. അതുപോലെ നമ്മുടെ ഡൗൺലോഡ്, നമ്മുടെ എവിടെയാണോ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ഫയൽ കിടക്കുന്നതെങ്കിൽ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ കാണിച്ചാൽ, ഇതിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വൈറ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ വേറൊരു കളർ ഇടണമെങ്കിൽ നമ്മൾ ശരിക്കും ഈ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിത് സ്റ്റൈലിൽ വരുവാണെങ്കിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്കൊരു കളർ ഇടാം. അതുപോലെ തന്നെ ഗ്രേഡിയൻ കളർ ഇടാം. വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു സ്ലൈഡ് ഷോ അല്ലെങ്കിൽ ഒരു പിക്ചർ മാത്രം ഇടാം. ഇപ്പോൾ ഞാൻ ഒരു ക്ലാസിക് ഒരു കളർ ഇടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ക്ലാസിക്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ
ഇവിടെ ഇമേജ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു കളറും വേണമെങ്കിൽ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ആ ഒരു സെക്ഷൻ്റെ മാത്രം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കളറിനെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ താഴേക്ക് വരുവാണെങ്കിൽ ഇതെല്ലാം സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രോൾ ടു കണ്ടിന്യൂ, അതും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഇവർ സോഷ്യൽ മീഡിയയുടെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ബിഹാൻസും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മളിത് ഈ ഒരു ബ്ലോക്കിലിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത് കണ്ടല്ലോ, ഇവിടെ കൊടുത്തേക്കുന്ന 3 ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ബിഹാൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ടെക്സ്റ്റ് മാറ്റുവാണ്, എനിക്ക് വേണ്ടത് ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്കെല്ലാം മാറ്റി കൊടുക്കാം, പക്ഷേ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ വന്നിട്ട് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടല്ലോ, ഇവിടെ ഇൻസ്റ്റാഗ്രാം വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും പോകും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ കുറേ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. അതിനുശേഷം താഴേക്ക് വരുവാണെങ്കിൽ ഇത് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് പ്രൊജക്ട്സ് എന്നാണ്. ടൈറ്റിൽ എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഒരു വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയുടെ ഒരു തംബ്നെയിലാണ് കേട്ടോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട നമ്മൾ ഈ പിക്ചറെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ സൈഡിൽ നമ്മുടെ ഓപ്ഷൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചൂസ് ഇമേജ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലോഡ് ഫയൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി അപ്പോൾ നമ്മുടെ ഫോട്ടോ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ ടെക്സ്റ്റ് കിടപ്പുണ്ട്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതേ ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ടു വാച്ച് എന്നാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകണമല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ അവിടെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ വീണ്ടും പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഇത് പബ്ലിഷ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താഴേക്ക് വരുമ്പോൾ കണ്ടല്ലോ നമ്മുടെ വീഡിയോ പബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് യൂട്യൂബിൽ ആ ഒരു വീഡിയോയിലേക്ക് പോകും കേട്ടോ. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും ഇതൊരു ടെസ്റ്റിമോണിയലാണ് കേട്ടോ. ഇത് നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടാത്തൊരു സാധനം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് മുകളിൽ വരുമ്പോഴത്തേക്കിനും ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷൻ ഡിലീറ്റ് ആയി. വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി ഇതിന് ശേഷം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആസിമിക്കിൻ്റെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പേജ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നും ഫൈനലായിട്ടില്ല, ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഇപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലോഗോ ഇവിടെ കിടപ്പുണ്ടല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റിൻ്റെ കൂടെ വന്ന ആ ഒരു ഡീഫോൾട്ട് ലോഗോയാണ്. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് നമ്മുടെ സെറ്റിങ്സിൽ വരുവാണെങ്കിൽ ഇവിടെ സൈഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ കാണുന്ന ഓപ്ഷൻസ് മൊത്തം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഓവറോൾ സെറ്റിങ്സിനെ ചേഞ്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഗ്ലോബൽ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രൈമറി കളേഴ്സ് കിടക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബേസിക്കലി നമ്മുടെ തീമിൻ്റെ കളേഴ്സാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ടൈപ്പോഗ്രാഫി കിടപ്പുണ്ട്, ബട്ടൺസിൻ്റെ സ്റ്റൈൽ കിടപ്പുണ്ട്, ഇമേജസ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ സൈറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഈ ലോഗോയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ലോഗോനെ നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലോഗോ ഫയൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ശരിക്കും ഒരു ടെമ്പററി ആയിട്ട് ഇതങ്ങ് സെലക്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ലോഗോനെ നമ്മൾ കറക്റ്റ് സൈസിൽ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ലോഗോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് കൊടുക്കുന്നു. അതിനുശേഷം സേവ് ചേഞ്ച് കൊടുക്കുന്നു. സോ ഈ ഒരു പേജിൽ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, കാരണം എല്ലാം ബേസിക്കലി സെയിം ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓപ്ഷൻസ് എല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറേ വർഷങ്ങളായതുകൊണ്ട് എനിക്കും കുറച്ച് സമയം എടുത്തു. ഇത് പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ കുറച്ച് സമയം എടുത്തു കേട്ടോ. കാരണം ഒരുപാട് നാളായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പല ഓപ്ഷൻസ് നമ്മൾ മറന്നുപോയി. അതുപോലെ ഇതിനകത്ത് കുറേ പുതിയ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. AI ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് കിട്ടും. നമുക്ക് വേണ്ട പേജസും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. വേണമെങ്കിൽ നമുക്കതിനെ പിന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു RC കാറിൻ്റെ വർക്ക് പറയുന്ന പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുമ്പോഴാണ് പഠിക്കുന്നത്. അതുപോലെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.